വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നു. ബേഡകം തലേക്കുന്നിലെ മുഹമ്മദ് ഇയാസ് മരിച്ചത് ശസ്ത്രക്രിയയ്ക്കിടെയുണ്ടായ ഹൃദയാഘാതം മൂലമാണെന്നും ശസ്ത്രക്രിയയിൽ പിഴവോ സാങ്കേതിക വീഴ്ചയോ കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഉദരരോഗ ശസ്ത്രക്രിയയ്ക്കിടെ ബേഡകം തലേക്കുന്ന് സ്വദേശി അഷ്റഫ് സഖാഫിയുടെ മകൻ മുഹമ്മദ് ഇയാസ് മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോലീസ് സർജൻ അന്വേഷണ സംഘത്തിന് നൽകിയ റിപ്പോർട്ടിലാണ് ഹൃദയാഘാതമാണ് കുട്ടിയുടെ മരണകാരണമെന്ന് പറയുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ചതിനാൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇനി രാസപരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ അന്തിമ റിപ്പോർട്ട് പിന്നീട് അന്വേഷണ സംഘത്തിന് കൈമാറും. അതിനുശേഷമായിരിക്കും കേസിലെ തുടർ അന്വേഷണവും മറ്റ് നടപടികളും സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുക. ഉദരരോഗത്തെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് ഇയാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടി മരണപ്പെടുകയായിരുന്നു. ഇയാസിന്റെ മരണത്തിനു പിന്നാലെ ചികിത്സാ അനാസ്ഥയും ശസ്ത്രക്രിയയിലെ പിഴവുമാണ് മരണകാരണമെന്നാരോപിച്ച് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തിയത്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ചികിത്സാ അനാസ്ഥ ആരോപിച്ച് യുവജന രാഷ്ട്രീയ സംഘടനകളും നാട്ടുകാരും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. സംഭവത്തിൽ കാസർഗോഡ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിശദമായ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. Shopika Weddings, the bridal legacy.